പറയാൻ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? സ്റ്റിക്കി മാംഗോ റൈസ്. അപ്പൊ അതിലേക്ക് നമ്മള് ചേർത്തുള്ളത് എന്തൊക്കെയാണ്? ബിരിയാണി അരി, പിന്നെ തേങ്ങാപ്പാല്, പഞ്ചസാര, ഇത് മിക്സ് ആക്കിയിട്ട് വേവിച്ച് വെച്ചത്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവറും തേങ്ങാപ്പാലും പഞ്ചസാരയും കുറുക്കി വെച്ചത്. ഇത് മാംഗോ, പിന്നെ വെളുത്ത എള്ള്, കറുത്ത എള്ള്. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പത്തെ റൈസ് ഇട്ട് കൊടുത്തു. അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 4 പുറം നമ്മൾ എന്ത് ചെയ്യും? മാംഗോ വെച്ചു കൊടുത്തു. അപ്പൊ നമ്മള് മാങ്ങ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മള് വെക്കാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങാപ്പാലും കോൺഫ്ലവറും പിന്നെ പഞ്ചസാരയും ഇത് കൂട്ടി കുറുക്കി വെച്ചതാണ് ഇതിന്റെ മുകളിൽ ഒഴിച്ചു. ഇനി നമ്മൾ ഇടാൻ പോണത് വെളുത്ത എള്ളും കറുത്ത എള്ളും ഇതിന്റെ മേലെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ മേലെ മാങ്ങ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റിക്കി മാംഗോ റൈസ് റെഡി. ഓക്കെ, മാംഗോ റൈസ് റെഡി. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല അടിപൊളിയുണ്ടോ? ഒന്നും പറയില്ല. ഉഷാറല്ലേ? ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അടിപൊളിയായിട്ടുണ്ട്.